കോഴിക്കോട് വെറ്ററിനറി കോളേജിൽ വെച്ച് ജയസിദ്ധാർത്ഥന്റെ മരണത്തിൽ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. പ്രതിയായ സെൻജോയെ എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹോസ്റ്റൽ മുറിയിൽ തെളിവെടുപ്പ് നടത്തുന്നത്. സിദ്ധാർത്ഥനെ മർദ്ദിച്ച ശേഷം അവിടെ പാർപ്പിച്ച നിരീക്ഷണത്തിൽ വെച്ചിരുന്ന മുറി SFI നേതാക്കളുടെ താമസിക്കുന്ന മുറിയിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. അവിടെ വെച്ച് വയർ കണ്ടെത്തുന്നു. മർദ്ദനത്തെ ഉപയോഗിച്ച വയർ കണ്ടെത്തിയിട്ടുണ്ട്. സുജിത്ത് അയ്യപ്പത്ത് തുടരുന്നുണ്ട്. സുജിത്ത്, ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ ആരോപണം ആദ്യം മുതൽ നേരിട്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ രൂക്ഷമായ ആരോപണം ഉന്നയിച്ചിരുന്നത് ഡീനെതിരെയാണ്. ഡീൻ ചില ന്യായങ്ങൾ ഇക്കാര്യത്തിൽ പറയുന്നുണ്ടല്ലോ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? ഇതുമായി ബന്ധപ്പെട്ട് ഡീൻ കൃത്യമായ രീതിയിലുള്ള വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ വീട്ടുകാരെ അറിയിക്കാൻ വൈകി എന്നുള്ള ആക്ഷേപമാണ് ഏറ്റവും പ്രധാനമായും ഉയർന്നിരുന്നത്. പക്ഷേ അത്തരത്തിലൊരു അലംഭാവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഡീൻ പറയുന്നത്. ഈ വാർഡൻ എന്ന് പറയുന്നത് ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളല്ല. അതിന് കൃത്യമായ രീതിയിലൊരു ഈ ഹോസ്റ്റലിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടർ MK നാരായണൻ വ്യക്തമാക്കുന്നത്. ഈ കുട്ടികളും അധ്യാപകരും ഇത്തരത്തിലൊരു ആക്രമണ വിവരം അറിയിച്ചിരുന്നില്ല. അറിയിച്ചപ്പോൾ തന്നെ, അതായത് ഈ മരണത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പ് കിട്ടിയപ്പോൾ തന്നെ 10 മിനിറ്റിനകം തന്നെ ഹോസ്റ്റലിലെത്തി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് യഥാസമയം ബന്ധുക്കളെ അറിയിച്ചു. തനിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അതായത് ഒരു PG വിദ്യാർത്ഥിയാണ് ഈ വിവരം വീട്ടുകാരെ അറിയിച്ചത്. അതായത് ബന്ധുക്കൾ ഈ സിദ്ധാർത്ഥിൻ്റെ അമ്മാവനെയാണ് ഈ വിവരം ആദ്യമായി അറിയിച്ചത് എന്നുള്ള കാര്യമാണ്. താനല്ല വിളിച്ചതെങ്കിൽ കൂടി തൻ്റെ മുമ്പിൽ നിന്നാണ് വിളിച്ചത്. തൻ്റെ നിർദ്ദേശാനുസരണമാണ് വിളിച്ചത്. ആ സമയം താൻ സർജനുമായി സംസാരിക്കുകയായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡീൻ വ്യക്തമാക്കുകയുണ്ടായിരുന്നു. ഈ ഹോസ്റ്റലിൽ വന്ന ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു തരത്തിലുള്ള അറിയിപ്പും ലഭിച്ചിരുന്നില്ല. ദേശീയ ആൻറ്റി റാഗിംഗ് സെല്ലാണ് ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിവരം 21-ാം തീയതി അറിയിക്കുന്നത്. 20-ാം തീയതി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് നടന്നു. തുടർന്ന് കൃത്യമായ അന്വേഷണം നടത്തി. അന്ന് മുതൽ, അതായത് അന്വേഷണം നടത്തി കൃത്യമായ റിപ്പോർട്ട് പോലീസിനും കൈമാറി. എന്തായാലും ഈ മർദ്ദനമേറ്റ കാര്യം വിദ്യാർത്ഥികൾ ആരും പറഞ്ഞില്ല. ഒപ്പം തന്നെ സിദ്ധാർത്ഥും, അതായത് 17-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടായിരുന്നു. 16-ാം തീയതിയാണ് മർദ്ദനമേൽക്കുന്നത്. 17-ാം തീയതി എന്തായാലും ഈ മർദ്ദന വിവരം ഒരുപക്ഷെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് തടയാൻ കഴിയുമായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡീൻ പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഈ മർദ്ദനമേറ്റ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുന്നത്. എന്തായാലും ഈ മർദ്ദനത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ വാലന്റൈൻ ഡേയിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില തർക്കങ്ങളാണ്. ആ തർക്കത്തിൽ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായത്. വീട്ടുകാരുടെ ആരോപണം പോലെ ഭക്ഷണം തടഞ്ഞു വെക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. ആ പോലീസ് അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഹോസ്റ്റലിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരില്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ വീഴ്ചയാണ് എന്നുകൂടി ഡീൻ പറയുന്നുണ്ട്. ഈ കോളേജ് ഹോസ്റ്റലിൽ അത്തരത്തിൽ സുരക്ഷാ കാര്യങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം നേരം നൽകിയതാണ്. പക്ഷേ ഒരു അനുഭാവപൂർവമായ നടപടി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചയുണ്ട് എന്നുള്ളത് ഡീൻ പറയുന്നുണ്ട്. എന്തായാലും ഈ നടപടിക്രമങ്ങളിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഡീൻ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പ് തുടരുന്നു. ഈ സിൻജോ ജോൺസണുമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റ DYSP സജീവന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നതിന് ശേഷം ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടിക്രമത്തിലേക്ക് കടക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. എന്തായാലും ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുറി ആണ് ഈ നമ്പർ 21. നമ്പർ 21 എന്ന് പറയുന്നത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി കൂടി താമസിക്കുന്ന മുറിയാണ്. യൂണിറ്റ് സെക്രട്ടറി കേസിൽ പ്രതി കൂടിയാണ്. അങ്ങനെയുള്ള ഒരു മുറി, ആ മുറിയിൽ എന്തൊക്കെ ഉപയോഗിച്ചാണ് മർദ്ദിച്ചത്, ആക്രമിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിശദമായി പോലീസ് സംഘം അന്വേഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 100-ലേറെ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നു ഈ മർദ്ദന സമയത്ത്. ഈ മർദ്ദിച്ചവരും നോക്കി വന്നവരുമായി 112 പേർ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നു ഈ മർദ്ദന സമയത്ത്. ഈ മർദ്ദിച്ചവരും നോക്കി വന്നവരുമായി 112 പേർ, കൃത്യമായി 112 പേർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് ലഭ്യമാവുന്നത്. എന്തായാലും ഈ ക്രൂരമർദ്ദനത്തെക്കുറിച്ച് അധ്യാപകരെയോ പോലീസിനെയോ അറിയിക്കാൻ ഒരാൾ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം. ഈ മർദ്ദക സംഘത്തെക്കുറിച്ചുള്ള ഭയമാകാം വിദ്യാർത്ഥികളെ നിശബ്ദരാകാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട്. എന്തായാലും സഹപാഠിയോട് അപമര്യാദയായി പെരുമാറിയതിൻ്റെ രോഷത്തിലാണ് ക്രൂരമർദ്ദനം നടത്തിയത് എന്നുള്ള മൊഴിയാണ് ഈ പ്രതികൾ പോലീസ് മുമ്പാകെ നൽകിയിട്ടുള്ളത്. ഇന്ന് കോടതിയിൽ പ്രതികളെ ഹാജരാക്കും എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. മർദ്ദനം, തടഞ്ഞുവെക്കൽ, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങളാണ് നിലവിൽ ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നിലവിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതികളെ സംരക്ഷിക്കാൻ ഈ
സർവകലാശാല അധികൃതരുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി എന്നാരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ പുറത്ത് അനിശ്ചിതകാല നിരാഹാര സമരം, റിലേ നിരാഹാര സമരം അടക്കം നടത്തി തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അറസ്റ്റിലായത് 7 പേർ കൂടി അറസ്റ്റിലായപ്പോൾ പ്രതിപട്ടികയിൽ ഉള്ള എല്ലാവരെയും, അതായത് 18 പേരെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള അജയ്, കൊല്ലം സ്വദേശി അൽത്താഫ്, കോഴിക്കോട് സ്വദേശി ആദിത്യൻ, മലപ്പുറം സ്വദേശിയായിട്ടുള്ള 18 പ്രതികളെയും സിദ്ധാർത്ഥന്റെ ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ച അതിക്രൂരമായ മർദ്ദനത്തിൽ ഏതായാലും 18 പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രതിയായ സിൻജോയുമായിട്ടാണ് ഇപ്പോൾ പോലീസ് സംഘം അവിടെ ഹോസ്റ്റലിൽ ഈ മർദ്ദനം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുന്നത്. ഏതായാലും ചില ഈ മർദ്ദനത്തിൽ ഉപയോഗിച്ച ആയുധങ്ങളെന്ന് പറയാനാവില്ല എങ്കിൽ പോലും അവർ മർദ്ദിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ, വയർ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഇരുമ്പ് ദണ്ട് ഉൾപ്പെടെ മർദ്ദനത്തിന് ഉപയോഗിച്ചു എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞതാണ്. അക്കാര്യങ്ങളൊക്കെയും കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നു. ഡീനിന്റെ ഉൾപ്പെടെയുള്ള സർവകലാശാല അധികൃതരുടെ വിശദീകരണങ്ങളൊന്നും കുടുംബം വിലക്കെടുക്കുന്നില്ല. അത് വിലക്കെടുക്കാവുന്നതല്ല എന്നത് തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇന്ന് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നടക്കം 24 പുറത്തുവിട്ടത്.